ഹായ് ഫ്രണ്ട്സ്, കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ ട്രാവൽ വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും നമ്മൾ തൃശ്ശൂരേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് കാലമായി ട്രാവൽ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പീച്ചി ഡാം കാണാൻ പോവാണ്. തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാം കാണാൻ പോവാണ്. അപ്പോൾ പീച്ചി ഡാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് നമ്മളിന്ന് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ട്രെയിനിൽ തൃശ്ശൂരെത്തി. അവിടെ നമ്മൾ ബസ്സിലാണ് പീച്ചി ഡാം കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പീച്ചി ഡാം എത്തിയിട്ടുണ്ട്. വളരെ പഴയ കാലത്തെ ഡാമുകളിൽ ഒന്നാണ് നമ്മുടെ പീച്ചി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മൾ ഡാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. തെന്മല ഡാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടില്ലാത്തവരുന്ന് കയറി കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പീച്ചി ഡാമിൽ ചെന്നിറങ്ങി. പീച്ചി ഡാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമേ എങ്ങനെ എത്തിച്ചേരാമെന്നതിനെ കുറിച്ച് പറയാം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പീച്ചി ഡാമിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഏകദേശം 30 രൂപയ്ക്കകത്താണ് നമുക്ക് ട്രാവൽ എക്സ്പെൻസ് വരുള്ളൂ. ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ മറ്റ് മീൻസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് അധികം വരും. അപ്പോൾ നമ്മൾ ആദ്യമേ പീച്ചി ഡാമിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് ചാർജ് ഉണ്ട്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് 10 രൂപയും സീനിയർ സിറ്റിസനും 10 രൂപയാണ്. അപ്പം അവിടെ എൻട്രി ടൈം എന്ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് അവിടുത്തെ എൻട്രി ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 4:30-5 മണി അടുപ്പിച്ചതാണ് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ പീച്ചി ഡാം. അത് പട്ടിക്കാട് കഴിഞ്ഞിട്ടാണ് ഈ പീച്ചി ഡാം വരുന്നത്. അപ്പം നമ്മൾ അവിടെ ഈ ഡാം പണി കഴിപ്പിച്ചത് തുടങ്ങിയത് 1947-ലും കംപ്ലീറ്റ് ആയത് 1958-ലുമാണ്. അപ്പോൾ ഇത് നമ്മുടെ നാടിനെ സമർപ്പിച്ചത് അന്നത്തെ ഗവർണറായിരുന്ന രാമകൃഷ്ണ റാവുവാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ പീച്ചി ഡാം ഇനാഗ്രേറ്റ് ചെയ്തത്. അവിടെ ഇറിഗേഷൻ പർപ്പസിനും ജലസേചനത്തിനും വേണ്ടിയിട്ടാണ്, തൃശ്ശൂർ ജില്ലയിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം അന്ന് പണി കഴിപ്പിച്ചത്. അപ്പം നമ്മൾ ഡാമിൻ്റെ ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞു. നമ്മൾ അകത്ത് കയറി വരുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒത്തിരി പേര് നമ്മളെ നാട്ടിൽ നിന്ന് പുറമേ നിന്നുള്ള ആൾക്കാർ ഈ ഡാം കാണാനായിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ 2012 വെള്ളക്കെട്ട് സമയത്താണ് ഇങ്ങനത്തെ ഡാം ഉള്ളതൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ ഒത്തിരി പേരൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്കിതൊക്കെ ഡാമൊക്കെ നമ്മൾ വല്ലപ്പോഴേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പോയി നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ടത് വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മൾ പിള്ളേർക്ക് പഠിക്കുന്ന കാലത്ത് അവർക്ക് ഇതൊക്കെ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡാം കാണാൻ പോകുക എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഡാമിൽ നമ്മൾ ഏകദേശം പെർ ഇയർ 33 ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഡാമിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട്. ലെങ്ത് എന്ന് പറയുമ്പോൾ 213 മീറ്ററും ഹൈറ്റ് 48.85 മീറ്ററും വിട്ട് നമ്മൾ ആ ബേസിലുള്ള വിട്ടാണ് 4.27 മീറ്ററുമാണ്. ഇതാണ് നമ്മുടെ ഷട്ടർ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡാമിൻ്റെ ഷട്ടർ എന്ന് പറയും. ഇതാണ് നമ്മൾ ഷട്ടറിൻ്റെ അവിടെ നിന്ന് കാണുമ്പോൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്കൂടെയാണ് വെള്ളം നമ്മൾ വരുന്നത്. ഈ ഷട്ടർ ലിങ്ക് ചെയ്തിരിക്കുന്ന ചെയിനാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇത്രയും വലിയ ചെയിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ചെയിൻ ലിങ്കിലാണ് നമ്മുടെ ആ ഷട്ടറിനെ ഹോൾഡ് ചെയ്തിരിക്കും. ഓരോ മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ട്രിവാൻഡ്രത്ത് തന്നെയാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്, തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രാവൽ പോകാൻ ശ്രമിക്കുമ്പോൾ ദൂരെ എങ്ങും പോകണമല്ലോ, നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ നമ്മൾ ഡാം ക്രോസ് ചെയ്ത് വരുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. ഒരു ചെറിയ സ്നാക്ക് ബാറും അല്ലെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം എന്തെങ്കിലും കുടിക്കാൻ, ചായ കുടിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും വന്ന് റിലാക്സ് ചെയ്തിട്ട് ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ നമുക്കൊരു പവലിയനിൽ കയറണം. അപ്പോൾ പടി കയറാൻ കാൽമുട്ടിൽ സ്വാധീനമുള്ളവർ മാത്രം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ മതി. ഇല്ലാത്തവർ വലിഞ്ഞ് കയറണം എന്ന് യാതൊരു നിർബന്ധമില്ല. കയറി കഴിഞ്ഞിട്ട് വീഡിയോയിൽ കണ്ടിട്ടാണ് കയറിയെന്ന് പറഞ്ഞ് എന്നെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യം. ഈ വരുന്നവരെല്ലാം കാലുമുട്ടിന് അത്യാവശ്യം കുഴപ്പമുള്ളവരാണ്. എന്നിരുന്നാലും കാണാനുള്ള ആഗ്രഹം കൊണ്ട് വലിഞ്ഞ് കയറുന്നതാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ പവലിയിൽ കയറാൻ ഇച്ചിരി പാടുണ്ട്. അപ്പം ആ പടിയുടെ ഇത്രയും സ്റ്റീപ്പുണ്ട് കയറി വരാൻ. അപ്പോൾ ഇത്രയും കയറി മുകളിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതുണ്ട് ആ പവലിയൻ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറണം. ഇതിപ്പോൾ ഒന്നും ആയില്ല, ഇവിടെ ഇത് കയറാൻ വേണ്ടി സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ ഇത്രയും കയറി വരുന്നതാണ് നമുക്ക് ആ ഫുൾ ഡാമിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഏരിയ വന്ന് നല്ല പീസ്ഫുൾ സൈലൻ്റ് ആയിട്ടുള്ള സ്പേസാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വന്ന് കാണാനും
ഇരിക്കാനൊക്കെ നല്ല അത്യാവശ്യം ഗാർഡൻ ഏരിയയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോഴത്തേനും നല്ല രീതിയിൽ ക്ലീനിങ് ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു അത്ര ഒരു ഭംഗി കുറവ് ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ട് വന്ന് അത്യാവശ്യം വൈകുന്നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. എന്നാൽ അത്രയും നമുക്ക് ക്യാഷും ചിലവാവില്ല. ഒരു 20 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ പോലും. പക്ഷേ ഇത് പവലിയനിൽ കയറി വരുന്നത് ഇവരൊക്കെയാണ് ഇവിടുത്തെ പ്രധാന അന്തേവാസികളെന്ന് പറഞ്ഞാൽ അവർ ഫാമിലിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ള് ഡാമിൻ്റെ കൺട്രോൾ ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ ചെന്നപ്പോൾ 1-2 പേര് ഞങ്ങൾ അവിടെ ചെന്ന് ഈ ഒച്ച ബഹളമൊക്കെ ആക്കിയപ്പോഴത്തേനും എല്ലാവരും ഓടിപ്പോയതാണ്. പക്ഷേ ഇവർ ഒത്തിരി പേരുണ്ട് അവിടെ. അതുപോലെ നല്ല ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സൂക്ഷിച്ച് കേൾക്കാൻ ഉള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് കേൾക്കണം. അപ്പം ഈ നല്ല ബേർഡ്സിൻ്റെയൊക്കെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും. നമ്മൾ ഇത്രയും പടിയും കൂടെ സ്റ്റെപ്പ് കയറിയാലേ നമുക്ക് ഈ ഡാമിൻ്റെ ഒരു ഓവറോൾ 360 വ്യൂ കിട്ടുള്ളൂ. പക്ഷേ ഇത്രയും പടി കയറുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. കയറുന്ന പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളിൽ വരുമ്പോഴത്തേനും ഈ ഡാമിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് 3 പേർക്കാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ എൻജിനീയേഴ്സ് ആയിരുന്നത്. അതായത് ഒന്ന് വന്നത് അരവിന്ദാക്ഷ മേനോൻ, 2 KB മോഹനൻ, പിന്നെ TS ചാത്തുണ്ണി. ഇവരാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ കൂടെ ആയിരുന്നു. അതായത് അരവിന്ദാക്ഷ മേനോൻ സാറായിരുന്നു ചീഫ് എഞ്ചിനീയറും മറ്റു 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സും ആയിരുന്നു നമ്മുടെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവർ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ പവലിയൻ കയറി വരുമ്പം ഈ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. ഇറിഗേഷൻ പർപ്പസിനാണ് ഏറ്റവും കൂടുതൽ അവർ ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിനും കൂടെയാണ് അവർ ഇതിനകത്ത് ഡാമിൽ ഇറിഗേഷൻ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രധാന അവരുടെ എയിം എന്ന് പറഞ്ഞത്. പക്ഷേ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കണ്ട് അടിപൊളിയായിട്ടിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഇരിക്കും ഒത്തിരി കൊച്ചു പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട് നമ്മുടെ നാട് കാണാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ അവർക്കൊരു ഒരു വൈകുന്നേരം ഒരു ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞാൽ ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെ ഇങ്ങോട്ട് എല്ലായിടത്തും ഉണ്ട്. 3 ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. അത് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയ ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് കയറിയാൽ അറപ്പ് തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീനും കാര്യങ്ങളായിട്ടുണ്ട് അവർ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ക്യാൻറ്റീൻ ഏരിയ ഉണ്ട്, ഗാർഡൻ ഏരിയ ഉണ്ട്. താഴോട്ടിറങ്ങിയ ക്യാൻറ്റീൻ ഏരിയയും ഗാർഡൻ ഏരിയയും ഈ പ്രസിഡന്റ് ക്യാൻറ്റീൻ ഏരിയ. അപ്പോൾ നമ്മൾ ഗാർഡൻ ഏരിയയിലോട്ട് പോകണം. നമ്മൾ മാക്സിമം എല്ലായിടവും ഒന്ന് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി വരുമ്പം കുറച്ച് ഒരു കാട് പോലത്തെ ഏരിയയാണ്. നമുക്കൊരു ഫോറസ്റ്റ് ആംബിയൻസ് കിട്ടുന്ന അടിപൊളി സ്ഥലം. പക്ഷേ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ കിളികൾ കരയുന്ന സൗണ്ടൊക്കെ, കിളികൾ ചിലയ്ക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചീവീടിൻ്റെ സൗണ്ട് കിട്ടും. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. എല്ലാവർക്കും ഒരു ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയും ട്രക്കിംഗ് ഒന്നും ചെയ്യാൻ പാടില്ലെങ്കിൽ ഈ ഒരു ചെറിയ സ്പേസ് കൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തി അടയാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ ഫസ്റ്റ് നമ്മൾ തരുന്നത്. ബാക്കി ഇതിൻ്റെ സെക്കൻഡ് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പിന്നെയും നടക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട്. നടക്കാൻ പറ്റുന്നില്ലാത്തവരാണെങ്കിൽ പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒത്തിരി ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം 20 രൂപ ടിക്കറ്റ് എടുത്ത് ഇത് മൊത്തം ഒന്ന് കണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതിന് വേണ്ടി ഉണ്ട് നടക്കാനായിട്ട്. അപ്പം ഇതാണ് അവരുടെ ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത്. അത്ര മെയിൻറ്റെയിൻഡ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ഉള്ളതൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സ്ട്രീമാണ്. ഇങ്ങനെ ഇത് അങ്ങറ്റം വരെ നടക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നടന്നു പോകുന്നത് ഭയങ്കര, ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, ഒന്ന് ഷോർട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടന്ന് അപ്പുറത്ത് ഫുൾ ഏരിയ കണ്ട് വരാം. പക്ഷെ അത് അവർ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു പരാതി. ഇനി നമ്മൾ പോയ സമയത്ത് എന്തെങ്കിലും വർക്കിംഗ് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നോ എന്നറിയില്ല. പക്ഷേ അത്രയും ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അവിടെ എവിടെയൊക്കെ ആയിട്ട് കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇത് ഒരു പരശുരാമൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്.
അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ 1-2 സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധൻ്റെ പ്രതിമയും കാര്യം ഒക്കെ അവിടെ സെറ്റ്. ഇതും ഒരു ടോയ്ലറ്റാണ്. അപ്പം നിങ്ങൾക്ക് എൻഡിൽ വന്നാലും നിങ്ങൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ടോയ്ലറ്റിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അവിടെയാണ്. അപ്പം ലേഡീസൊക്കെ പോകുന്നുണ്ടെങ്കിൽ അധികം ഒരു ടെൻഷൻ അടിക്കേണ്ട ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞില്ല, ആരുടെയും ശല്യമില്ലാതെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവിടെ കൂടെ ഇങ്ങനെ സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പം നമ്മൾ പീച്ചി ഡാം ഏകദേശം നമ്മൾ നല്ല രീതിയിൽ കാണാൻ പറ്റി. നമ്മൾ മാക്സിമം എല്ലാം വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കണ്ട പോർഷൻ. ഇപ്പം താഴെ നമ്മൾ ഇങ്ങനെയാണ് ആ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. കണ്ടോ, നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ആദ്യമേ കയറി വരുന്നത്, എന്നിട്ടാണ് നമ്മൾ താഴെ കൂടെ വന്നിട്ട് തിരിച്ച് കയറി പോകുന്നതും നമ്മൾ ആ സൈഡിൽ കൂടെ സ്റ്റെപ്പ് വഴിയാണ് മുകളിൽ കയറി പോകുന്നത്. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ നമ്മൾ മുകളിൽ നിന്ന് കണ്ട വ്യൂ. ആ താഴെ ഇത്രയാണ് നമ്മൾ കാണുന്നത്. ഈ ബിൽഡിംഗ് വരുന്നത് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ മോഡൽസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹൈഡ്രോളിക് മെഷീൻ്റെയൊക്കെ ഒരു മോഡലൊക്കെ ശേഷം നമ്മൾ ചെന്നപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ആ സമയം വർക്കിംഗ് ടൈമല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഗൂഗിളിലുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിട്ട് അറിയാൻ പറ്റും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഹൈഡ്രോളിക് മെഷീൻസൊക്കെ അവരാണ് ടെസ്റ്റിങ്ങും അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്പേസാണ്. നിങ്ങൾ പോയാൽ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കൊക്കെ പോയാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസാണ്. ഞങ്ങൾ പോയപ്പം കാണാൻ പറ്റില്ല, സമയം കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും ചുറ്റി നടന്ന് ഈ സ്റ്റെപ്പ് എല്ലാം മണ്ടിൽ കയറി വേണം ഏറ്റവും പോകാനായിട്ട്. അപ്പോൾ കയറി പോകാമെന്ന് വെച്ചാൽ അത്യാവശ്യം പണിയുണ്ട്. പടി കയറുക എന്നുള്ളത് കണ്ടോ. ഇത് ഇൻസ്പെക്ഷൻ ഗാലറി ഗേറ്റ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും മുകളിൽ നിന്നിട്ട് താഴെ ഇറങ്ങി ചുറ്റി നടന്ന് ഈ സ്റ്റെപ്പിൽ കൂടെ കയറിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്. ഇത് നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് അത് കൊടുക്കുന്ന വെള്ളമാണ്. ഡ്രൗട്ട് സീസണിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ആയിട്ടാം. ഇതിൽ തന്നെയാണ് അവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിനായിട്ട് യൂസ് ചെയ്തതും. അതിനോടൊപ്പം തന്നെ അവർ ഇറിഗേഷൻ പർപ്പസിലും ഈ വെള്ളം കൊടുക്കുന്നു. ഓവർ വെള്ളം വരുമ്പോൾ മാത്രം ഷട്ടർ ഓപ്പൺ ചെയ്യും. അതല്ലാതെ സ്പിൽവേ കൂടെ പോകുന്ന വെള്ളം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ കൂടെ പോകുന്ന വെള്ളം അവർ ഇറിഗേഷൻ പർപ്പസിലും അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇതാണ് നമ്മൾ ആദ്യം കണ്ട കാച്ച്മെൻറ്റ് ഏരിയയും. ഇപ്പം നമ്മൾ ചെറിയ ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സന്ധ്യ ആകുമ്പോഴൊരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ ഏകദേശം 6:30-7 മണി ആകാറായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.